ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഉള്ളം തിങ്ങും ഭാരങ്ങളാ ഉള്ളുരുകി കേണിടുമ്പോൾ, ഉള്ളം തിങ്ങും ഭാരങ്ങളാ ഉള്ളുരുകി കേണിടുമ്പോൾ, ഉണ്ടെനിക്കൻ യേശുവിൻ്റെ സന്നിധിയിലാശ്വാസം, ഉണ്ടെനിക്കൻ യേശുവിൻ്റെ സന്നിധിയിലാശ്വാസം. നാഥ നിൻ തിരുസവിധേ ഇന്നു കാണുവണങ്ങിടുന്നു, നാഥ നിൻ തിരുസവിധേ ഇന്നു വീണുവണങ്ങിടുന്നു. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ സുവിശേഷ സന്ദേശം കേൾക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിസ്തുല്യമായ പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി 1 തെസ്സലോനിക്കർ അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നാം വായിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിസ്തീർണത്തിൽ അന്യമാം വെളിപ്പെടുമണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന തുടരുകയാണ്. ഒന്നാമത് പൗലോസ് വിശ്വാസികളുടെ അടുക്കിലേക്ക് കർത്താവ് വരുവാൻ വഴിയൊരുക്കട്ടെ എന്ന് തങ്ങൾ അപ്പോസ്തലന്മാര് അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനും കൂടെയുള്ളവരും ഈ വിശ്വാസികളുടെ അടുക്കിലേക്ക് വരുവാനുള്ള വഴി ഒരുക്കാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത് വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള പ്രാർത്ഥനയാണ്. നമുക്കറിയാം, ഈ വേദപുസ്തകം അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ പ്രാർത്ഥിക്കുന്നത് അവൻ കർത്താവായ യേശുവെ വരേണമേ എന്നാണ്. ഓരോ ദൈവമക്കളുടെയും ഹൃദയത്തിൽ ഉയരേണ്ട പ്രാർത്ഥനയാണത്, യേശുക്രിസ്തു വേഗം വരണം എന്നുള്ളത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കർത്താവ് വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയുകയാണ്. ഈ ലേഖനത്തിന്റെ ഓരോ അധ്യായവും അവസാനിപ്പിക്കുന്നത് കർത്താവിന്റെ വരവിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. കർത്താവ് വരവും എന്നുള്ള നിശ്ചയമാണ്. അതെപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. ആ വരവ് നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ, അഥവാ കർത്താവ് വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവരോടൊപ്പം ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു വരവുണ്ട്. നമുക്കറിയാം, കർത്താവിന്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്. വിശുദ്ധന്മാരെ ചേർക്കാൻ വരുന്ന ഒരു ഘട്ടം, അതിനെ മധ്യാകാശ പ്രത്യക്ഷത എന്നാണ് പറയുന്നത്. അതിനുശേഷം ഭൂമിയിലേക്ക് വിശുദ്ധന്മാരുമായിട്ട് വരുന്നുണ്ട്. ഇവിടെ പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് കർത്താവ് സകല വിശുദ്ധന്മാരെയുമായി ആകാശത്തിൽ ഒരുമിച്ച് കൂടുന്ന ആ സമയത്തെക്കുറിച്ചായിരിക്കാം. അതാണല്ലോ വിശ്വാസികളുടെ ക്രിസ്തീയ സഭയുടെ പ്രത്യാശ. ആ പ്രത്യാശയെ പൗലോസ് ഇവിടെ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ആ പ്രത്യക്ഷതയിൽ തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത, അഥവാ കർത്താവിന്റെ ആ പ്രത്യക്ഷതയിൽ പങ്കുള്ളത് വിശുദ്ധന്മാർക്കാണ്. അശുദ്ധന്മാർക്ക് അതിൽ പങ്കില്ല. യേശു കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആൾക്കും കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പങ്കില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കാത്ത, വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത, വിശദീകരണം പ്രാപിക്കാത്ത ആർക്കും ആ പ്രത്യക്ഷതയിൽ പങ്കില്ല. ഈ പകൽക്കാലത്ത് നമ്മയോട് തന്നെ ചോദിക്കണം, യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മരണത്തിൽ ആശ്രയിച്ച് രക്ഷിതാവിനെ കണ്ടുമുട്ടി വിശദീകരണം പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് കർത്താവിന്റെ വരവെങ്കിൽ ഒരു കർത്താവിനോടുകൂടെ ചേരുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് പൗലോസ് ആദ്യമായിട്ട് ഇവിടെ പറയുന്നത്. നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ കർത്താവ് തന്റെ സഭയുമായി, തന്റെ ദൈവമക്കളുമായി, തന്റെ രക്തത്താൽ സമ്പാദിച്ച ദൈവമക്കളുമായിട്ട് ഈ വരവിങ്കൽ വന്നു ചേർത്തതിന് ശേഷം പിതാവായ ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ച് പറയുകയാണ്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? വിശദീകരണത്തിൽ അനന്യമാവണ്ണം വെളിപ്പെടും വണ്ണം. അന്ന്
വിശദീകരണത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും നമ്മൾ സംഭവിക്കാതിരിപ്പാൻ ഇടയാകുക. അഥവാ നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീങ്ങിയവരായി നാം അവിടെ വെളിപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ ഒരു താഴ്ചയുള്ള ശരീരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് അവിടെ നിൽക്കാനായിട്ട് പോവുകയാണ്. അവിടെ യാതൊരു കുറവുമില്ലാത്തവരായിട്ട്, അനന്യർ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും പറയാൻ കഴിയാത്തവർ, ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവമുമ്പാകെ അനന്യരായിട്ട് നാം ഫിലിപ്പിലേഖനത്തിൽ വായിക്കുന്ന പോലെ നാം അനന്യരും പരമാർത്ഥികളും ദൈവത്തിൽ നിഷ്കളങ്ക മക്കളും ആകാൻ ഇടയായിത്തീരുക. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന്റെ മുമ്പാകെ നിൽക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തിൽ നാം ഇവിടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. അതിനെന്താണ് പൗലോസ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അനന്യമാവണ്ണം വെളിപ്പെടും വണ്ണം എന്ന് പറഞ്ഞാൽ നാം ഈ ഭൂമിയിൽ എത്രത്തോളം അനന്യരായിട്ട്, അഥവാ നമ്മളെക്കുറിച്ച് സാക്ഷ്യക്കേടില്ലാത്തവരായിട്ട്, നമ്മളെക്കുറിച്ച് ദൈവമുമ്പാകെ പിശാചിന് കുറ്റം ചുമത്തുവാൻ ഒന്നുമില്ലാത്തവരായിട്ട് നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അതവിടെ വെളിപ്പെടും എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ പൗലോസ് പറയുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഹൃദയങ്ങൾ സ്ഥിരപ്പെടണം. അത് ദൈവം ചെയ്യുവാനായിട്ട് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കാൻ, കർത്താവ് ചെയ്യുവാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നത് വിശദീകരണത്തിൽ അനന്യരായി നിൽക്കുവാൻ തക്കവണ്ണം, വിശദീകരണത്തിൽ ഒരു കുറ്റവും പറയാൻ ഇല്ലാത്ത വിധം നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങൾ സ്ഥിരപ്പെടണം. ഹൃദയങ്ങൾ സ്ഥിരപ്പെടുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഹൃദയങ്ങൾ സ്ഥിരപ്പെടേണ്ടത്? ഒന്ന്, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽക്കുക. അങ്ങനെ നമുക്ക് അനന്യരായിട്ട് കർത്താവിന് മുമ്പാകെ നിൽക്കുവാൻ സാധിക്കും. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, വിശ്വാസത്തിൽ തളർന്നു പോകാതെ, വിശ്വാസത്തിൽ പിന്മാറിപ്പോകാതെ, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് വിശ്വാസത്തിൽ മുന്നേറുവാൻ, വിശ്വാസത്തിൽ അപൂർത്തിപ്പെടുവാൻ ഇടയായിത്തീരണം. അങ്ങനെ നമുക്ക് കർത്താവിന്റെ ആ സന്നിധി നിലനിൽക്കുവാനായിട്ട് സാധിക്കും. നാം പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നാം വായിക്കുന്നത്. അങ്ങനെ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ സ്ഥിരതയോടെ നിന്നാൽ, നാം കൊലോസ്യ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട്, ആ പ്രത്യാശയിൽ നാം സ്ഥിരതയുള്ളവരായിട്ട് നിൽക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നാം സ്നേഹത്തിൽ സ്ഥിരതയുള്ളവരായിട്ട്, കർത്താവിനോടുള്ള സ്നേഹത്തിൽ, സഹവിശ്വാസികളോടുള്ള സ്നേഹത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് നിൽക്കണം എന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കാം. കഷ്ടങ്ങളുടെ മധ്യത്തിൽ നാം ക്ഷീണിച്ചു പോകാതെ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം തളർന്നു പോകാതെ ആ കർത്താവുള്ള വിശ്വാസം നിലനിൽക്കണം എന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ, പൈശാചികമായ പോരാട്ടത്തിന്റെ മധ്യത്തിൽ നാം തളർന്നു പോകാതെ, വീണു പോകാതെ നിലനിൽക്കണം എന്നുള്ളതാണ്. കർത്താവിന്റെ അടുക്കൽ വന്ന് വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞ എന്താണ് നമുക്കറിയാം. നാം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആഗ്രഹം നാം നിലനിൽക്കുന്നവരായിരിക്കണം, നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ യോഹന്നാൻ 15-ൽ, നിങ്ങളുടെ ഫലം നിലനിൽക്കുവാൻ ഇടയായിത്തീരണം. കർത്താവിൽ നിലനിൽക്കുന്നവരായിരിക്കണം, ദൈവകൃപയിൽ നിലനിൽക്കുന്നവരായിരിക്കണം, ദൈവരാജ്യത്തിന്റെ ആ പ്രത്യാശയിൽ നിലനിൽക്കുന്നവരായിരിക്കണം. അങ്ങനെ നിലനിന്നാൽ നാം നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുക, ഹൃദയങ്ങളെ കർത്താവിനുള്ള സ്ഥിരതയിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാത്തിനെയും നാം വിടുതൽ പ്രാപിക്കുക. കർത്താവിനുള്ള ഏകാഗ്രതയിൽ, നിർമ്മലതയിൽ നാം നിലനിൽക്കുമ്പോൾ അവിടുത്തെ മുമ്പാകെ വിശദീകരണത്തിൽ അനന്യമാവണ്ണം നമുക്ക് വെളിപ്പെടുവാൻ കഴിയും. അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.